ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ തവണത്തെ IPL കിരീടം സ്വന്തമാക്കിയത് RCB ആണ്. ടീം എഫേർട്ടിന്റെ ഫലമായിക്കൊണ്ടാണ് അവർക്ക് ഈയൊരു കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അവരെ ആശങ്കപ്പെടുത്തിയ കാര്യം ജേക്കബ് ബേദേറിന്റെ പരിക്കായിരുന്നു. തുടർന്ന് അദ്ദേഹം പുറത്തായി. പകരം ടിം സിഫേർട്ടിനെ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു താൽക്കാലിക പകരക്കാരനായിക്കൊണ്ടാണ് RCB ടിം സിഫേർട്ടിനെ സ്വന്തമാക്കിയത്. പക്ഷേ നിലവിലെ IPLിലെ നിയമപ്രകാരം ഈ താരത്തെ നിലനിർത്താൻ RCBക്ക് സാധിക്കില്ല. താൽക്കാലികമായി കൊണ്ട് ടീമിലേക്ക് എത്തിയ പകരക്കാരെ നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ IPL നൽകുന്നില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അടുത്ത ലേലത്തിൽ ടിം സിഫേർട്ട് ഉണ്ടാകും എന്നതാണ്. അപ്പോൾ ഈ സൂപ്പർ താരത്തിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിച്ചേക്കും എന്ന കാര്യം അവരുടെ മുൻ താരമായ രവിചന്ദ്രൻ അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സിഫേർട്ടിന്റെ പരിചയ സമ്പത്ത്, ഫീൽഡിംഗ് മികവുകൾ, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കപ്പാസിറ്റി, T20 റെക്കോർഡുകൾ എന്നിവയെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സിന് മുതൽക്കൂട്ടാവും എന്നാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: CSK വരുന്ന ലേലത്തിൽ ടിം സിഫേർട്ടിന് വേണ്ടി ശ്രമിച്ചേക്കും എന്ന ഒരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ട്. കാരണം അവൻ അവർക്ക് അനുയോജ്യനായ ഒരു താരമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ എപ്പോഴും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പരിചയസമ്പത്തുള്ള താരങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ടിം സിഫേർട്ടിന് വേണ്ടി അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിവോൺ കോൺവേയെ CSK ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അവർക്ക് ഒരു താരത്തെ ഓപ്പണിംഗിലേക്ക് ആവശ്യമായി വരും. ആ സ്ഥാനത്തേക്ക് ടിം സിഫേർട്ടിന് വേണ്ടി അവർ ശ്രമിച്ചേക്കും എന്നാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു താരത്തിന് കഴിയുന്നുണ്ട്. കരീബിയൻ ലീഗിൽ അദ്ദേഹം 5 മത്സരങ്ങളിൽ നിന്ന് 277 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ലീഗിലെ വേഗതയേറിയ സെഞ്ചുറി ഇപ്പോൾ ടിം സിഫേർട്ടിന്റെ പേരിലാണ്. കേവലം 40 പന്തുകളിൽ നിന്നായിരുന്നു അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നത്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് ടിം സിഫേർട്ട്. ഇനി മറ്റു ഏതൊക്കെ ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.